വലിയ ആശ്വാസമായ ഹൈക്കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ മുനമ്പത്ത് കാണാനാകുന്നത്? മുനമ്പത്തുകാർ ഇപ്പോൾ ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിൽ ഒരു താൽക്കാലിക പരിഹാരമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അർജുൻ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ഒരു വർഷത്തിലേറെ നീണ്ട നിയമപോരാട്ടം, അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം, സമരം ഒക്കെ തന്നെ ഒടുവിൽ ഇപ്പോൾ ഇത്തരത്തിൽ കരമടക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. ഹൈക്കോടതി അനുമതിയോടുകൂടി ഇപ്പോൾ കരം സ്വീകരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. മുനമ്പത്തുകാർ കരമടക്കാൻ വേണ്ടി ഇപ്പോൾ കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി പേരുടെ കരം ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമരസമിതി കൺവീനർ അടക്കമുള്ളവർ ഇപ്പോൾ കരമടക്കാൻ വേണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇവർക്ക് മുമ്പിൽ ചില വെല്ലുവിളികൾ കൂടിയുണ്ട്. അതുകൂടി ഉടൻ തന്നെ താണ്ടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. എന്തായാലും കരം സ്വീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 1.5 വർഷത്തോളമായി കരം സ്വീകരിക്കുന്നില്ലായിരുന്നു. അതിൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് കരം സ്വീകരിച്ചതിൻ്റെയാണോ? ഇതായി സ്മൃതി, ഇപ്പോൾ കൺവീനർ ഇപ്പോൾ കരമടക്കാൻ പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ തൊട്ടു പിന്നാലെയാണ് 600-ലധികം കുടുംബങ്ങൾ അവരുടെയൊക്കെ തന്നെ. പറഞ്ഞോളൂ സ്മൃതി, ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കരം അവർ സ്വീകരിക്കും. ഇവരെ കരം സ്വീകരിച്ച ആളുകളുടെ രസീതുകളും മറ്റുമുണ്ട്. ചേച്ചി ഒന്ന് കാണിക്കാവോ? സ്മൃതി, ഇതാണ് ചേച്ചിയുടെ പേര്? ഷാലി എന്ന് പറയുന്ന സ്ത്രീയുടെ ഭൂമിയുടെ കരം സ്വീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷത്തോളമായി കരം സ്വീകരിച്ചിരുന്നില്ല. ഇത്തരത്തിൽ സ്വീകരിച്ചു അല്ലേ? ഇപ്പോൾ ഒരു സമരം കഴിഞ്ഞു, നിയമപോരാട്ടം കഴിഞ്ഞു, ഒടുവിൽ കരം സ്വീകരിക്കാൻ ആരംഭിച്ചു. വലിയ ആശ്വാസമായി ഉണ്ടാവും അല്ലേ? ആശ്വാസമായി. എന്ത് തോന്നുന്നു? ആശ്വാസമായി. ഞങ്ങൾക്ക് റവന്യൂ ബാക്കിയുള്ളതും കൂടി ഞങ്ങൾക്ക് സാധിച്ചു കിട്ടണം. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു കടമ്പകൾ? ഇപ്പോൾ കരം അടച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഞങ്ങളുടെ മറ്റ് അവകാശങ്ങളും ഞങ്ങൾക്ക് നേടിത്തന്നാൽ മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ ഒരുപിടി പെൺപിള്ളേരുടെ വിവാഹം, അതേമാതിരി വീട് പണി, ഈ ലൈഫിൽ വീട് അനുവദിച്ചിട്ട് കൈവശം കൊടുക്കാണ്ട് അത് അങ്ങനെ കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് സർക്കാർ ഞങ്ങൾക്ക് കൈവശവും RR എല്ലാം നൽകി തന്നാൽ മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ. ഇത് വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ സമയത്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ 4 വർഷത്തെ പോരാട്ടത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കരടക്കാനായിട്ട് സാധിച്ചത്. എത്രയും പെട്ടെന്ന് കൈവശവും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടണം. ഉടൻ തന്നെ സാധ്യമാകും. അത് ഉടൻ തന്നെ സാധ്യമാകും. അതോടൊപ്പം തന്നെ വഖഫ് രജിസ്റ്ററിൽ നിന്ന് എഴുതിയിരിക്കുന്നത് ഡിലീറ്റ് ചെയ്യണം. കാരണം അവരുടെ വഖഫിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഞങ്ങളുടെ ഭൂമി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ പൂർണ്ണമാകുള്ളൂ. ഇപ്പോൾ ഈ കേരളക്കാർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഇത് വഖഭൂമി അല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ്, അവിടെ നടന്ന കേസിൻ്റെ തർക്കത്തിൻ്റെ ഒടുവിൽ വഖഭൂമി അല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ സംഭവം പെട്ടെന്ന് തന്നെ ആകാൻ കാരണം. കഴിഞ്ഞ 19-ാം തീയതി വിധി പറയേണ്ടതായിരുന്നു. പക്ഷേ ഈ വഖഫ് സംരക്ഷണ വേദിക്കാർ ഒരാഴ്ച സമയം ചോദിച്ചു കോടതിയോട്, സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിന് എന്തെങ്കിലും അവർക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അല്ലെങ്കിൽ കഴിഞ്ഞ 19-ാം തീയതി കിട്ടേണ്ട ഒരു വിധിയാണ്. ഇന്ന് കോടതി ഓപ്പണിംഗ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരികയാണ് ഉണ്ടായിരുന്നത്. ഇന്നൊരു തർക്കവും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നേരത്തെ വക്കപ്പായിട്ടുള്ള തർക്കം പൂർത്തീകരിച്ചതിൻ്റെ ഓർഡർ ഇന്ന് കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു. അല്ലാണ്ട് ഇന്ന് കോടതിയിലൊരു തർക്കവും ഉണ്ടായില്ല. കുറേ വ്യാജപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുതന്നെയാണ് സ്മൃതി, ആകെ ചർച്ച ചെയ്ത വിഷയമാണ് മുൻപത്തേത്. അത്തരമൊരു വലിയ പ്രശ്നമായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി, ഏതാണ്ട് 400 ദിവസത്തിലധികമായി ഇവർ വലിയ പ്രതിഷേധവും മറ്റ് സമരങ്ങളും ഒക്കെ നടത്തുകയായിരുന്നു. അവിടെ മുൻപത്തെ സമരപ്പന്തൽ കെട്ടി വലിയ സമരമാണ് നടന്നത്. നിരവധി നേതാക്കളടക്കം നിരവധി രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പിന്തുണയുമായി എത്തി. അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. എന്തായാലും ഒടുവിൽ പ്രശ്നം ഒക്കെ തന്നെ പരിഹരിച്ചു മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതാ കരം സ്വീകരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. കൺവീനർ അടക്കമുള്ളവരുണ്ട്. ഇനിയിപ്പോൾ വലിയ വെല്ലുവിളികളില്ലാന്ന് തോന്നുന്നു. അതെ, ഇനിയിപ്പോൾ നമ്മുടെ 2022 തുടങ്ങി ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ പോരാട്ടത്തിലായിരുന്നു. ആ പോരാട്ടം
വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കേരള സർക്കാർ അഡ്വക്കേറ്റ് ജനറലും ഭംഗിയായിട്ട് ഈ അവസാന നിമിഷം കോടതികളിൽ ഹാജരായിരുന്നു. അതേപോലെ തന്നെ ജോർജ് പൂന്തോട്ടം സാറ് നന്നായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ നാടിൻ്റെ കണ്ണുനീര് കണ്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ട്രൈബ്യൂണലിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും സിംഗിൾ ബെഞ്ചിലും എല്ലാം ശക്തമായ വാദങ്ങൾ നടത്തിയിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിപ്പിച്ചത്. അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കരമടക്കുന്നതിനുള്ള മറ്റ് റവന്യൂ അവകാശങ്ങളെല്ലാം ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി സുപ്രീം കോടതിയുടെ വിധിയോ അല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെയോ ഒരു വിധിയോ ഉണ്ടാകുന്ന സമയം വരെ നമുക്കിത് ചെയ്യാം. ആ വിധി വന്നതിന് ശേഷം വഖഫ് രജിസ്റ്ററിൽ നിന്നും ഞങ്ങൾക്കിത് മാറ്റി കിട്ടും. അതല്ലെങ്കിൽ തന്നെ ഗവൺമെൻറ്റിന് ഏത് രീതിയിലും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞങ്ങളുടെ നാടിനെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും. അതിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യുന്നു. സമരം തുടരുമോ? സമരം ഞങ്ങളിപ്പോൾ കോർ കമ്മിറ്റി ഉണ്ട്. ആ കോർ കമ്മിറ്റി കൂടിയതിന് ശേഷം നാളെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് വേണമെന്നുള്ളത് ആലോചിച്ച് തീരുമാനമെടുക്കും. അത് വികാരിയച്ഛൻ ഇപ്പോൾ ഞങ്ങളുടെ രക്ഷാധികാരി ഒഫീഷ്യലായിട്ട് ബാംഗ്ലൂരിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ നാളെ എത്തും. അതിനുശേഷം കോർ കമ്മിറ്റി കൂടി ശരി അർജുൻ, ഏതായാലും ആളുകൾ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ്. ഇപ്പോൾ കരമടയ്ക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിൽ വളരെ പെട്ടെന്ന് തന്നെ ആ നടപടികളിലേക്ക് മുനമ്പം നിവാസികൾ കടന്നിരിക്കുന്നു.